ചരിത്രത്തോളം പഴക്കമുള്ള നഗരം, മരണത്തെ ആഘോഷിക്കുന്ന നഗരം. വാരണാസി എയർപോർട്ട് അല്ലെങ്കിൽ വാരണാസി ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി അവിടെ നിന്ന് വാരണാസിക്ക് പോവുക. ഈ നേരിട്ട് ട്രെയിൻ കിട്ടിയില്ലെങ്കിൽ ഡൽഹിയിൽ നിന്ന് നമുക്ക് ട്രെയിൻ പോകാം, അല്ലെങ്കിൽ കൽക്കട്ടയിൽ നിന്ന് ട്രെയിനിൽ പോകാം. വാരണാസിയിൽ ഇറങ്ങിയാൽ നന്ദി സർക്കിൾ വരെയും വാഹനം പോകത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ഒരു ബാക്ക് പാക്കൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ നന്ദി സർക്കിളിന് അവിടെ എവിടെയെങ്കിലും റൂം ബുക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത്. നമുക്ക് ഈ നന്ദി സർക്കിളിൽ നിന്ന് ക്ഷേത്രത്തിലോട്ട് പോകാം, അല്ലെങ്കിൽ ഘാട്ടുകളിലോട്ട് പോകാം. നമുക്കിവിടെ നടന്നാണ് പോകേണ്ടത്. ഒരു 1.5 കിലോമീറ്റർ ഉണ്ട്. ഈ ഒരു ഘാട്ടിന്റെ പേരാണ് ദശാശ്വമേധ ഘാട്ട്. ഇവിടെ രാവിലെയും വൈകിട്ടും ഗംഗാ ആരതിയുണ്ട്. എല്ലാ മതസ്ഥർക്കും ഈ ഒരു ഗംഗാ ആരതിയിൽ പങ്കെടുക്കാം. ഗംഗയുടെ തീരത്ത് ഗംഗാ ആരതി നടത്തുന്നത് വെച്ചാൽ പാവങ്ങൾക്ക് കഴുകിക്കളയുന്നതാണ് അതിൻ്റെ വിശ്വാസം. ഈ വിശ്വാസത്തിനപ്പുറം ഇതുപോലെ ലൈറ്റിനുള്ള ഒരു ഫീസ്റ്റാണ്, അതായത് ഒരു ഭയങ്കര വിഷ്വൽസ് ആണ് ലൈറ്റിൻ്റെ. വാരണാസിയിൽ ചെന്നാൽ മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു കാഴ്ചയാണ് ഗംഗാ ആരതി. ഈ ശംഖുതുന്ന മനുഷ്യന്റെ ഒരു അടാർ എനർജിയാണ്. അതേ ആദ്യം തൊട്ട് അവസാനം വരെ നല്ലൊരു എനർജിയിൽ ഇങ്ങനെ ശംഖു ഊതിക്കൊണ്ടിരിക്കുകയായിരുന്നു. രാത്രിയായപ്പോൾ ഗംഗാ ആരതി കഴിഞ്ഞു. ഇനി ഇവിടുന്ന് ഭക്ഷണം കഴിച്ച് റൂമിലോട്ട് പോവുക എന്നാണ് അടുത്ത പ്ലാൻ. ഒരു ഇടുങ്ങിയൊരു റൂമാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. വാരണാസിയിലെ റൂമൊക്കെ അങ്ങനെയാണ്, നമുക്ക് നല്ല പൈസ കൊടുക്കേണ്ടി വരും. ഇവിടെ വിശ്വാസങ്ങളുമായി കെട്ടുപിണഞ്ഞ് കിടക്കുന്നുണ്ട്. സ്ഥലമൊന്നും അവർ വിട്ടുകൊടുക്കുന്നില്ല. പക്ഷെ പൊന്നും വില കൊടുത്ത് ഈ സ്ഥലം ഏറ്റെടുക്കുന്നതാണ്. അസീഗഡിൽ നിന്ന് നമുക്ക് മണികരൺ ഘാട്ട് വരെ ഗംഗാ നദി കൂടെ ഒരു ബോട്ട് യാത്ര നടത്താം. നമ്മളിവിടെ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ തൊട്ടാനും പിടിച്ചതിനൊക്കെ പൈസയാണ്. ഭസ്മം ഇടുന്നതിന്, അനുഗ്രഹം നടത്തുന്നതിന്, കുറിയിടുന്നതിന്, ലോക്കറിൽ ഫോൺ വയ്ക്കുന്നതിന്, അത് നിങ്ങളൊന്ന് സൂക്ഷിച്ചുകൊള്ളുക. നമുക്ക് തന്നെ ഇപ്പോൾ ബോട്ടിന് 1000 രൂപ പറഞ്ഞു. പിന്നെ അവിടെ ചെന്ന് ബോട്ട് പോകുന്നിടത്ത് പോയിട്ട് ആൾക്ക് 200 രൂപ എന്ന നിലയിൽ ബോട്ട് കയറി. ബോട്ട് പോകുന്നൊരു വഴിയിൽ നമുക്ക്
എല്ലാ ഘാട്ടുകളും കാണാം. ദശാശ്വമേധ ഘാട്ട്, ഹരിചന്ദ്ര ഘാട്ട്, തുളസീദാസ് ഘാട്ട്, അങ്ങനെ അവസാനം മണികരൻ ഘാട്ടിൽ ചെന്നെത്തിച്ചേരാം. ചരിഞ്ഞ പിസാ ഗൗരം പോലുള്ള മന്ദിരവും കണ്ട് മണികരൻ ഘാട്ടിലെത്തി. സ്വപ്നങ്ങളുടെ അവസാനമാണ് മണികരൻ ഘാട്ട്. ഇവിടെ മൃതദേഹങ്ങളൊക്കെ കൂട്ടിയിട്ട് കത്തിക്കുകയാണ്. ഇവിടെ മരിച്ചാൽ ആത്മാവിന് ശാന്തി കിട്ടുമെന്നാണ് ഒരു വിശ്വാസം. പിന്നെ അടുത്ത് തന്നെ വിറകുകൾ ഇങ്ങനെ കൂട്ടിയിട്ടിട്ടുണ്ട്. അതുകൊണ്ട് പരേതൻ അവര് സന്തോഷത്തോടെ തന്നെ യാത്രയാക്കുന്നു. മരണത്തെ ശരിക്കും ആഘോഷിക്കുന്ന നഗരം തന്നെയാണിത്. ഈ പടവുകൾ കയറി മുകളിലെത്തിയാൽ നമുക്ക് അമ്പലത്തിന്റെ 1-ാം ഗേറ്റിലെത്താം. തൊട്ടടുത്ത് തന്നെ ഒരു റെസ്റ്റോറന്റ് ഉണ്ട്, അവിടെ നിന്ന് ഭക്ഷണം കഴിക്കാം. നമ്മളിവിടെ കഴിച്ചു തുടങ്ങിയപ്പോൾ വളരെ ചെറിയ ക്യൂ ആയിരുന്നു. ഇപ്പോൾ കഴിച്ചു കഴിഞ്ഞപ്പോൾ വലിയൊരു ക്യൂ ആയി മാറി. ഇതിന്റെ ഉള്ളിലോട്ട് മൊബൈലൊന്നും കിടത്തി വിടത്തില്ല, അവിടെ ലോക്കറിൽ വെക്കാം. കുറച്ചുകൂടെ ഓർഗനൈസ്ഡ് അല്ല അമ്പലത്തിനുള്ളിൽ, അപ്പോൾ അതൊന്ന് സൂക്ഷിക്കുക. പോകുന്ന ഗേറ്റ് നമ്പർ ഓർത്ത് വയ്ക്കുക. മണികരൻ ഘാട്ടിന്റെ അടുത്ത് ചെറിയ ചെറിയ ഇടുക്ക് വഴികളിലൂടെ കയറി പോകുമ്പോൾ നമുക്ക് പുറത്തോട്ട് പോകാം. അവിടെ വന്ന് ഷോപ്പിംഗ് ഏരിയകളാണ്. അതിനകത്ത് കയറിയാൽ അവിടെ നിന്ന് തൊട്ടടുത്ത് തന്നെ ഗ്യാൻവാപ്പി പള്ളിയും ആ കിണറും നന്ദിയൊക്കെ കാണാൻ കഴിയും. ഇത് വളരെ അടുത്ത് തന്നെ കാണാം. അമ്പലത്തിനകത്ത് ഫോണൊന്നും കൊണ്ടുപോകാൻ സമ്മതിക്കത്തില്ല, മൊബൈലൊക്കെ പോയി പിടിച്ച് വയ്ക്കും. ഫോട്ടോ എടുക്കാൻ അനുവാദമില്ല. ഞാൻ യാത്ര ചെയ്യുന്ന ഗലിയുടെ 2 വശത്തും ഷോപ്പിംഗ് ഏരിയയാണ്. ഇവിടെ ബനാറസി സാരികളും അതുപോലെ ലോക്കൽ നിർമ്മിത വളകളൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ബനാറസി സാരികൾ മേടിക്കുമ്പോൾ ശ്രദ്ധിക്കുക, കാരണം നമുക്ക് അതിനെപ്പറ്റി അറിവില്ലെങ്കിൽ പണി കിട്ടാൻ സാധ്യതയുണ്ട്. ബനാറസി ലോക്കൽ ഫുഡാണെങ്കിൽ മലായിയും ബനാറസി ലസ്സിയും ഒന്ന് ട്രൈ ചെയ്യാം. ഇവിടുന്ന് 12 കിലോമീറ്റർ പോയാൽ സാരനാഥിലെ അശോക സ്തംഭം കാണാം. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.